ഫിർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര പ്രപഞ്ചത്തെ നിയന്ത്രിച്ചോ ഉള്ളതായോ റബ്ബ് സുബ്ഹാനഹു വതആലರು പേടിച്ച് ജീവിക്കുന്നു ചൊಂತು സ്വന്തത്തെ മറക്കാണ്ടെ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു വതആല അത്തരത്തില് അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തില് ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നുവെച്ചതായ ടോപ്പിക്കിന്റെ ബാക്കി ഭാഗം എത്തിക്കറ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളെതിർലു ചൊല്ലുക ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയ ചെറിയ അമല് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടി തന്നതായ ചെറിയ ചെറിയ അമല് മാത്രം അതിന്റെ പ്രതിഫല ഭയങ്കര വലിയ പ്രതിഫല എത്തിക്കറ്. അങ്ങനത്തെ എത്രമാ അമല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പാട്ടി തന്നത് കാണ്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊമന്നുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം ഉള്ളതായി ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഫായത കിട്ടുന്നതായി അമലേറ്റിക്കർ ഇത് ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കും. ഇവിടെ ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കുകയില്ല, ഇതിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നേ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾ ഉണ്ടാക്കിയമേ നരകത്തിടുകയല്ല അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആയത്തര സ്വർഗത്തിക്ക് പോകണം, സ്വർഗത്തെ ആൽമാറാവണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ അമലെല്ലാം പഠിപ്പാട്ടിട്ട് ಅದಕ್ಕೆ ഇത്ര വലിയ പ്രതിഫലമെല്ലാം തന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഞങ്ങളെ സംവിധാനിച്ച് തന്നരെ, അതായത് ഞങ്ങൾക്ക് സ്വർഗത്തിക്ക് പോകും സുലാഭാക്കി തന്നരെ. ആ ഒരു കാരണത്തിലെത്തിക്കുക അല്ലാഹുടെ ഒരു റഹ്മത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. സ്വർഗ ചൊല്றது ഞങ്ങൾക്ക് അമൽക്ക് കിട്ടുന്നതെന്തോ അല്ല, ഞങ്ങൾക്ക് പ്രവർത്തനത്തിന് കിട്ടുന്നതെന്തോ അല്ല. അതത്ര വലിയ മഹത്തായ വലിയ ഒരു അനുഗ്രഹമായിട്ടിരിക്കുന്ന സ്വർഗ. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടു ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് തന്റെ ചൊന്നെങ്കിൽ അത് അല്ലാഹുടെ ഔദാര്യമായിട്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ബഗെ ഒരു പ്രൈസ് ആയിട്ട് ഞങ്ങൾക്ക് തണ്ടതായിട്ടിരിക്കും, അല്ലാണ്ട് ഞങ്ങൾക്ക് അമൽക്ക് ബദലായിട്ടല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പാട്ടി തന്നെ ഒരു കാര്യമായിട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സഹാബികളോട് ചൊല്ലി, നിങ്ങൾക്ക് അമൽ അടിസ്ഥാനത്തിലല്ല സ്വർഗത്ത് പോണ്ടേ. അപ്പൊ സഹാബികൾ കേട്ടാർ, നബിയെ നിങ്ങും അങ്ങനെയുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, അതെ നാനും അങ്ങനെ, നാനാക്കിற അമലുക നാന്റെ അമലുടെ ആ പ്രവർത്തനത്തുക അല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ಅದಕ್ಕೆ ബദലായിട്ട് സ്വർഗ തണ്ടല്ല. പിന്നെ ഇല്ല യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ റഹ്മത്ത് കൊണ്ട് നന്റെ കവർ ആക്കിയിട്ട് അങ്ങനെ അല്ലാഹുടെ റഹ്മത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നേ സ്വർഗ കിട്ടേ ചൊന്നെങ്കിൽ. അപ്പൊ അതായിട്ടിക്കർ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ, സ്വർഗ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് സംവിധാനിച്ചു തന്ന മാത്ര അതിരൊട്ടിಗೆ ഞങ്ങൾ അമലാക്കുമ്പോഴത്തേക്കും ആ സ്വർഗത്തെ ഉന്നതമായ പദവിയിൽ ഞങ്ങൾക്ക് എത്തിപ്പെടുക സാധ്യമാവുന്ന ചൊല്ലുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കും. എപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ തപ്പ് സംഭവിക്കുന്ന ഞങ്ങൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ അമലുടെ വിഷയം പഠിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോ ഈ തപ്പെല്ലാം എന്താവും മാഞ്ഞു പോകുന്നു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത, നിങ്ങൾ എവിടെന്നെങ്കും അല്ലാഹുവിനെ പേടിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ വത്ബഉ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഒരു തപ്പ് സംഭവിച്ചിട്ട് അപ്പം നിങ്ങൾ തൗബാക്കി മടങ്ങിയിട്ട് അതിന് ബദൽ ഒരു നല്ലതാക്കും. അങ്ങനെ ഉണ്ടായെങ്കിൽ തംഹുഹാ, ആ തപ്പ് ഈ നല്ലതെന്താക്കര് മായിച്ചു വിട്ടുണ്ടായിത്തിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എത്ര അമല് എത്ര പ്രവർത്തനം ഞങ്ങൾ പഠിച്ചിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കണമാ അത്രത്തോളം ഞങ്ങളെ തപ്പു മാഞ്ഞു പോണ്ട് ചൊല്ലതേറ്റിക്ക് നാം മനസ്സിലാക്കൂല. ഏതായെങ്കിലും നന്റെ ആമുഖനാണ് നീട്ടി വലിക്കാൻട്ടെ ഞങ്ങളെ വിഷയത്തിക്ക് കടക്കുകയത്തിക്കർ ഉദ്ദേശിക്കരുത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6 വിഷയം ഞങ്ങൾ എന്താക്കി തിന്ന മനസ്സിലാക്കി തിന്ന. ചെറിയ ചെറിയ അമലേറ്റിക്കുന്നത് മാത്ര വലിയ പ്രതിഫലം കിട്ടുന്നതേറ്റിക്കർ. ഇനി 7ാമത്തേത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആക്കുണായതും അതേപോലെ നിസ്സാരമായതും മാത്ര വലിയ പ്രതിഫലം കിട്ടേ 7ാമത്തേത് എന്തേ ഖിറാഅത്തു സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതേറ്റിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ ഒരു സൂറത്ത്, 4 ആയത്തുള്ള സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
ഇത് ഗൊന്തില്ലാത്ത ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഈ സൂറത്ത് ഗൊന്തില്ലാത്ത ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ಮಾತ್ರ ಈ ಸೂರತ್ತು ಓದೆಂಗುಳ್ಳ ಮಹತ್ವ ಅಂದ್ರೆ ഖുർആന്റെ 3 ഭാഗത്ത് ഒരു ഭാഗം ഓതിയ പോലെ തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. ഖുർആന്റെ 3 ഭാഗം ആക്കിയെങ്കിൽ എത്ര ഭാഗം ഓടും? 30 ജുസ് ഉണ്ട്. അതിന് 3 ഭാഗം ആക്കിയെങ്കിൽ 10 ജുസുറ പോലെ ഒരു ഭാഗം 10 ജുസ് ആയിട്ടിക്ക്. അപ്പൊ ഒരു സൂറത്ത് ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിണ്ടായെങ്കിൽ 10 ജുസ് ഓതിയ പോലെ. അപ്പൊ അത്ര വലിയ മഹത്വമുള്ള ഒരു കൂലി ഏറ്റിക്കറി ചൊല്ലുന്ന ഞങ്ങൾ മനസ്സിലാക്കും. നോക്കൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മൻ ഖറഅ ബിഖുൽ ഹുവല്ലാഹു അഹദ് 6 ഖുൽ ഹുവല്ലാഹു അഹദ് ഓദറാണ് ഫകഅന്നമാ ഖറഅ ബിസുലുസിൽ ഖുർആൻ അവನು ഖുർആന്റെ 1/3 ഭാഗം ഓതിയ പോലെ ചൊന്തൈത്തിക്കറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ അത് നിസ്സാര കാര്യമല്ല, ചെറിയ പ്രതിഫലമല്ല, വലിയ മഹത്വമുള്ള ഒരു കാര്യമായിട്ടിക്കർ. എത്ര നേരം പിടിക്കൽ ഓതുകൂ അല്ലേ? 10 സെക്കൻഡ് 20 സെക്കൻഡ് യാറെ ചൊന്ന 30 സെക്കൻഡ് ಅದರ ഉൽഗത്തിൽ ഓതി തീർക്കുന്നതായിട്ടിക്കറ് ഖുൽ ഹുവല്ലാഹു. ആ 30 സെക്കൻഡിൽ നമുക്ക് ഖുർആന്റെ 3 ഭാഗത്തെ ഒരു ഭാഗം 10 ജുസ് ഓതി തീർത്ത പോലെ അത്ര വലിയ പ്രതിഫലം ഉണ്ടുണ്ടായിട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ അതൊരു നിസ്സാരായിട്ട് ഞങ്ങ എടുക്കുക തീരാ അല്ലേ? പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ വിഷയ സഹാബികളൊട്ടിക്ക് ഓർക്ക് കേക്കറ് അയഅജിസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസുൽ ഖുർആൻ. നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ജാവുകും ഖുർആന്റെ 3 ഭാഗത്തെ ഒരു ഭാഗം ഓതി തീർക്കുക നിങ്ങൾക്ക് സാധ്യല്ലേ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് കേക്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ജാവുലു കാലി ഒരേ ഒരു ജാവുലു ഖുർആന്റെ 3 ഭാഗത്തെ ഒരു ഭാഗം ഓതി തീർക്കുക സാധ്യല്ലേ? അപ്പൊ സഹാബികൾ കേൾക്കാറ് വകൈഫ യഖറഉ സുലുസുൽ ഖുർആൻ, നബി എങ്ങനെ അത് കാലി ഒരു ജാവുലു 1/3 ഭാഗം ഓതി തീർക്കറേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. അതെ, സൂറത്തുൽ ഇഖ്ലാസ് അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് അത് ഖുർആന്റെ 1/3 ഭാഗമായിട്ടിക്കറ് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. അപ്പൊ അത് കഴിത്ത് ആ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിന്റെ മഹത്വ ഞങ്ങൾ മനസ്സിലാക്കും. ഒരു സഹാബിക്ക് അത് ഭയങ്കര ഇഷ്ടന്ന ഒരു സൂറത്തായിട്ടുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് അല്ലെ? ഒരു സഹാബിയുടെ ചരിത്രത്തിൽ കാണ്ട് അയാള് നിസ്കരിക്കുമ്പോ എല്ലാ നിസ്കാരത്തില് എന്താക്കര് സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അയാൾ അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതിട്ട് ഏതേ ഒരു ഭാഗത്തെ സൂറത്ത് ഓതി ലാസ്റ്റ് റുക്കു പോണ്ടേക്കുമ്പോ അയാൾ എന്താക്കര് ഖുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിട്ടിക്കറ് അയാൾ എന്താക്കര് റുക്കു പോണ്ട്. അപ്പൊ ഇത് എല്ലാ നിസ്കാരത്തിലും അയാൾ ഇമാം നിന്നിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ആൾമാർക്ക് ഒരു ഡൗട്ട് ഇട്ട് ഇതെന്തിര ഭാവം എല്ലാ നിസ്കാരത്തിലും ഇയാൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതര്, എല്ലാ റക്കാത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ബാക്കിന്റെ സാധനം കംപ്ലൈന്റ് ആക്കിയത് നബിയൊട്ടിക്ക്, നബിയെ ഇയാള് എല്ലാ റക്കാത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയോണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വിളിച്ചിട്ട് അയാളോട്ട് കേട്ടിട്ട് നീ എന്താ അങ്ങനെ ആക്കറ്? അപ്പൊ ആ സഹാബി ചൊല്ലറ നബിയെ നക്ക് ആ സൂറത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൂറത്തായിട്ടിക്കറ്. അപ്പൊ അത് കയറ്റിക്കറ് ഞാൻ അങ്ങനെ ഓതുരേൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സമാക്കിട്ടേറ്റിക്കറ് ചൊല്ലറ്. അതിലെന്തില്ല പ്രോബ്ലം ഇല്ല ചൊന്തയിട്ടിക്കറ് അവിടെ പഠിപ്പാട്ടി കൊടുക്കറ്. അപ്പൊ അപ്പൊ നമുക്ക് അതൊരു സുന്നത്താക്ക ബേനെങ്കിൽ നമുക്ക് ഏതേ ഒരു സൂറത്ത് ഇഷ്ടമുള്ളതുണ്ടായെങ്കിൽ ഞങ്ങൾ ഏതേ ഒരു ഖുർആന്റെ ഏതേ ഒരു ഭാഗം ഓതിയാൽ പിന്നെ ലാസ്റ്റ് റുക്കു കൊണ്ടേക്കുമ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലെങ്കിൽ ഏത് ഇഷ്ടമുള്ള ഒരു സൂറത്ത് നമുക്ക് ഓതുറതിൽ എന്തും ഇല്ല പ്രോബ്ലം ഇല്ല ചൊല്ലത് ഈ ഒരു ഹദീസിൽ മനസ്സിലാക്കുക സാധ്യമായ ഒരു കാര്യമായിട്ടിക്ക്. അപ്പൊ അത് കയറ്റിക്ക് ഇതിരെ ഈ സൂറത്തിന്റെ മഹത്വത്തെ ഞങ്ങൾ മനസ്സിലാക്കണായി ഒന്ന് എന്ത് കയറ്റി ഈ സൂറത്തുൽ ഇഖ്ലാസിക്ക് ഇത്ര വലിയ മഹത്വം കിട്ടൂല കാരണം എന്തര്? സൂറത്തുൽ ഇഖ്ലാസിക്ക് ഇത്ര വലിയ മഹത്വം കിട്ടൂല കാരണം എന്തര്? യെസ്, അള്ളാഹുടെ വിഷയ ചൊല്ലതായിട്ടിക്കറി ഈ സൂറത്ത്. അള്ളാഹുടെ വിഷയം മാത്രം, വേറെ ഒരു വിഷയം അവിടെ എന്താക്കില്ല മെൻഷൻ ആക്കില്ല. അള്ളാഹുടെ വിഷയം മാത്രം ചൊല്ലതായി സൂറത്തായ സബിളിട്ടിക്കറി ഈ സൂറത്തിക്ക് ഇത്ര വലിയ മഹത്വം കിട്ടൂല കാരണ ഖുറാനിൽ എല്ലാത്തന്റെ ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി. അതും എന്തിന് അള്ളാഹുടെ മഹത്വം മാത്രം ചൊല്ലുടെ ആയത്തെ ഇട്ടിക്കറ്. അങ്ങനെ സബിലും ആയത്തുൽ കുർസി എല്ലാത്തന്റെ ശ്രേഷ്ഠമായിട്ട്
അതേപോലെ അള്ളാഹുരെ മാത്രം ചൊല്ലേ ഈ സൂറത്തുൽ ഇഖ്ലാസും ശ്രേഷ്ഠമായ ഒരു സൂറത്തെ ടിക്കർ മൂന്ന് ഭാഗത്തെ ഒരു ഭാഗ ടിക്കർ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പറ. അപ്പൊ ഇതിലെല്ലാം മനസ്സിലാവുന്നതെങ്കിൽ അള്ളാഹുരെ ഇൽമു ചൊല്ലുறது അത് എല്ലാത്തന്റെ അഫ്ളലായ ഒരു കാര്യത്തിക്ക് അള്ളാഹുരെ വിഷയത്തിൽ പഠിക്കരേ ചൊല്ലുന്നത് ഇൽമുൽ വെച്ചിട്ട് ഉലമാക്കന്മാർ ചൊല്ലാറ് എല്ലാത്തന്റെ അഫ്ളലായ ഇൽമു അള്ളാഹുരെ വിഷയം പഠിக்கிறതേറ്റിക്ക്. അതിനേക്കാൾ അപ്പുറത്തെ അഫ്ളലായ ഒരു ഇൽമും ലോകത്തില്ല. ദുനിയാവിലു ഒരുത്ത എഞ്ചിനീയറേ ആവട്ടു, ഡോക്ടറേ ആവട്ടു, അല്ലെങ്കിൽ വലിയ വലിയ സയന്റിസ്റ്റ് ആവട്ടു, ആകാശത്തെ റോക്കറ്റ് പറവട്ടെ ഇത്ര വലിയ ആളായെങ്കും അവനക്ക് അള്ളാഹുരെ വിഷയത്തിൽ അറിവില്ലേ, അവൻ പടു ജാഹിലേറ്റിക്ക്. അവന്റെ എത്ര വലിയ ജാഹില് വേറെ അറിയില്ല. അതേ ടൈമിൽ ഒരുത്ത എന്തും ഒന്നില്ല, ദുനിയാവുടെ വിഷയം ഒരു പഠിപ്പും പഠിച്ചിട്ടില്ല, കണ്ടത്തിൽ പോയിട്ട് കൃഷിയാക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അള്ളാഹുടെ വിഷയം ഇവിടെ ഉണ്ടാ അവനെത്തിക്കർ ആലിം. അതേറ്റിക്കർ ഒളമാക്കന്മാർ നമുക്ക് പഠിപ്പാട് അള്ളാഹുടെ വിഷയം പഠിക്കരേ ചൊന്നെങ്കിൽ അള്ളാഹുടെ ഒരുത്ത അറിഞ്ഞാ ചൊല്ലത് അത് എല്ലാത്തന്റെ വലിയ ഇൽമൈറ്റിക്കർ. ഈ ഇൽമൈറ്റിക്കർ സാധാരണ ഞങ്ങളെ റായത്തില് ആൾമാർക്ക് പിടില്ലാണ്ടായി പോയി അല്ലേ. വലിയ വലിയ കൽക്കിരങ്ങ, വലിയ വലിയ ആക്ടേഴ്സ്മാർ അങ്ങനെ പേരുള്ള കൂടുക എത്ര ഉള്ളാർ, അങ്ങ് വന്യസാത്തുക്ക് അങ്ങനെ റൗണ്ടിൽ നിൽക്കുക എത്ര ഉള്ളാർ, അങ്ങ് പടു ജാഹിലുമാർ ആറാറ് എതിർലു ബഗ്ഗിറങ്ങ, ആറാറ് എതിർലു പൂജാക്കിറങ്ങ, ആറാറ് എതിർലു അങ്ങനെ തലര കൊമ്പിട്ട് ഞെൽത്തുക വയ്ക്കിറങ്ങ, അങ്ങനെ പേരുള്ള പോയിട്ട് എന്തൊരു കാര്യമുണ്ട്. അപ്പൊ അത് കഴിത്ത് അള്ളാഹുടെ വിഷയം അറിഞ്ഞ ഒരാള് അവനായിട്ടിക്കർ എല്ലാത്തണ്ടി അറിവുള്ളവന് ചൊല്ല വിഷയ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇവർ കാര്യത്തിക്ക് ഏതെങ്കും ഞങ്ങൾ ചൊന്ന വന്ന വിഷയ സൂറത്തുൽ ഇഖ്ലാസ് നല്ല മഹത്വണ്ട് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണു. അതേറ്റിക്കർ ഏഴാമത്തെ ഒരു കാര്യം. എട്ടാമത്തേത് ചെറിയ അമല് വലിയ പ്രതിഫലം കിട്ടുന്നത് ഖിറാഅത്തു ആയത്തുൽ കുർസി ഖബ്ലന്നൗം. വറങ്ങരയ്ക്ക് മുന്നലു ആയത്തുൽ കുർസി ഓതുறது. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്ന ആയത്തുൽ കുർസി എപ്പോ ഓതുறது? നിസ്കാരത്തിൽ. പിന്നെ എല്ലാ ഫർള് നിസ്കാരത്തിൽ പിന്നെ ആയത്തുൽ കുർസി ഓതുறது അവിടെ ഒരു മഹത്വം ഉണ്ട് അല്ലേ. മരണം അല്ലാണ്ട് വേറെന്തും അവന്റെ തടയില്ല, സ്വർഗത്ത് പോകും, മരിക്കുക മാത്രം ബാക്കി. അതേപോലെ ആയത്തുൽ കുർസി വറങ്ങരയ്ക്ക് മുന്നൽ ഓതിയണ്ടായെങ്കിൽ അവിടെ എന്തുകൊണ്ടു വലിയ ഒരു സംരക്ഷണ നമുക്ക് കിട്ടു ചൊല്ലതായിട്ടിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവും. ആ സംഭവ നിങ്ങൾക്ക് എല്ലാവർക്കും പിടിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കരെ സംഭവ ഇട്ടിക്കർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലറെ റമളാന്റെ ഫിത്ർ സക്കാത്ത് കാക്കുകയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നണ്ട് ഏൽപ്പിച്ചിട്ട് ഫിത്ർ സക്കാത്ത് എല്ലാവരുടെ കയ്യുടെ കളക്ഷൻ ആക്കിയിട്ട് എന്താക്കിയിട്ട് ഒരു ജാഗയിൽ കൂട്ടി വെച്ചിട്ടാൽ പിന്നെ ഇത് ആറും കക്കാണ്ടിക്കുകയിട്ട് കാവൽ നിൽക്കുകയിട്ട് ആരോട്ട് ചൊന്തു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അണ്ട് ജാവുക എന്താക്കിയിട്ട് ഇത് കാവൽ നിന്നിട്ട് അങ്ങനെ ജാവു സാധാരണ ജാവ് ആകുമ്പോൾ ഒരാൾ വന്ന് അതിൽ നിന്ന് കട്ടെടുക്കുകയിട്ട് വണ്ടേ. അങ്ങനെ ആ ആള് വന്നപ്പ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചിട്ട് നിന്റെ നാൻ നബിയുടെ മുട്ട കുട്ടിയെ പോണ്ടേ ചൊന്നപ്പ അയാൾ ചൊന്തു നക്ക് നാ പാവത്തോണു നക്ക് തിന്നാണ്ട് 3-4 നക്ക് കുട്ടുംബുണ്ടു അങ്ങ പയിച്ചിട്ടുള്ളാറ് നണ്ട് നീ ബുടോണു അങ്ങനെ ഇങ്ങനെ ಅಂಟಲ್ ചൊന്നപ്പ ಅಬೂ ಹುರೈರ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬೇಜಾರಾಯ್ತು. അങ്ങനെ ചൊന്തു ഇനി നീ ബറോ തീരാ ഇത് ലാസ്റ്റ് ആയിട്ട് ഇക്കറ് ചൊന്തു അയാളുടെ എന്താക്കറ് ബുഡ്രു. പിറ്റാണ്ട് സുബൈക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേക്കറ് ഇന്നൽ ജാ ഒരാൾ ಬಂತಿല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒಟ್ಟಿಗೆ ಅಬೂ ಹುರೈರ റളിയല്ലാഹു ಅൻഹು ചൊല്ലರು ಓಕೆ ഇന്നൽ ജാ ഒരാൾ ಬಂತು ഇങ്ങനെ ചൊന്തു അയാളിന് ബണ്ടില്ല എന്ന് ചൊന്തു അങ്ങനെ അയാളുടെ ബുട്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലರು അയാൾ ഇണ്ടും ബണ്ട് നോക്കൂ. അങ്ങനെ രണ്ടാമത്തെ നാളിലുണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തു ദയിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബണ്ട് ചൊന്നറല്ലേ. അപ്പൊ എന്തായും പറു അങ്ങനെ രണ്ടാമത്തെ നാളിലുണ്ടും ആ മനുഷ്യമുണ്ട് അയാള് ಬಂತು കക്കുക പോകുമ്പത്തേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ നാളിലുണ്ടും പിടിച്ചോളൂ ഇന്തെന്തായി നിന്റെ ബുടില്ല ഇന്നലെ എന്തുള്ള എക്സ്ക്യൂസ് ചൊന്നെ ഇന്തെന്തായും ബുടില്ല. അങ്ങനെ രണ്ടാമത്തെ നാളിലുണ്ടും അയാൾ അതേപോലെ എക്സ്ക്യൂസ് ചൊല്ലു നാ പാവത്തോന്ന് തിന്നಂಟ അങ്ങനെ ചമ്മനാലയിത്ത് നക്കിതിരെ ജറൂറത്തിന്ത് എന്തായും ബുടോണു ഇനി നാ വണ്ടില്ല ചൊല്ലു. അങ്ങനെ രണ്ടാമത്തെ ഒരു ചാൻസും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുക്കും. പിറ്റാണ്ട് സുബൈക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേക്കറ് ഇന്നലെ അയാൾ ಬಂತಿല്ലേ. അതേ നബി അയാൾ ಬಂತು മാത്ര അയാൾ പിന്നും എക്സ്ക്യൂസ് ചൊന്നപ്പോ നക്കത് ബേജാറായിട്ട് അങ്ങനെ ഞാൻ എന്താക്കിയ ബുട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറ് ഇണ്ടും അയാൾ ബണ്ട് നോക്കൂ
അങ്ങനെ മൂന്നാമത്തെ നാളിലുണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തു ദയിക്കുമ്പോ അതേപോലെ മൂന്നാമത്തെ നാളിലുണ്ടും ആ ആള് ബന്ത്. അങ്ങനെ ബന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചു ചൊന്തു, ഇന്റെന്തായും നിക്ക് നാ ಬಿಡುಲ್ಲ, ഇന്റെന്തായും നിക്ക് ഒരു എക്സ്ക്യൂസും നാ തണ്ടില്ല, ഇന്റെന്തായും നാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ರೊಟ್ಟಿಗೆ കൂട്ടിയ പോണ്ടേമി. അപ്പൊ ഇയാൾ എന്താക്കരുത്, ലാസ്റ്റ് ഒരു അടവെടുക്കരുത്. എന്തേ, നാനിക്കൊരു ഇൽമു പഠിപ്പാട്ടി തന്നെ. സഹാബിറങ്ക ഇൽമു റൊട്ടിಗೆ അത്ര വലിയ പിർസുണ്ടുಂಟು, അവണു പിടിയും. അങ്ങനെ അയാൾ ചൊല്ലു, നാനിക്കൊരു ഇൽമു പഠിപ്പാട്ടി തന്നെ, അങ്ങനെ ഉണ്ടായി നീ ബുഡ്രി. അപ്പൊ അബൂ ഹുറൈറ നമ്മൾ ചൊല്ലു, ഓക്കെ നീ ഒരു ഇൽമു പഠിപ്പാട്ടി തന്നെ നാ ബുഡ്രി, ഇന്ന് ഞങ്ങ ബുടുണ്ടായി എന്താക്കുണ്ടി ഒരു 10,000 പേപ്പർ ഇട്, അല്ലെങ്കിൽ അല്ലെ കാശ് തന്നെ മാത്രം അപ്പുറത്ത് എന്തെങ്കിലും ഫായ്ദ കൊടുക്കരുത്. ഇൽമു തന്നെങ്കിൽ ബുഡ്ര ചൊല്ലുന്നെങ്കിൽ ഇന്റെ ആറുള്ള നിന്റെ ഇൽമ അവിടെ ഇക്കട്ട് ചൊല്ലോ അല്ലേ. അപ്പൊ സഹാബിരങ്ങളെ ആ ഇൽമുകുല്ലെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കണം. ഈ ഹദീസിൽ ഉലമാക്കന്മാര് പിന്നൊരു ഫായ്ദ ചൊല്ലറത് ഇട്ടിക്ക് സഹാബിരങ് എത്രത്തോളം ഇൽമുക്ക് മഹത്വം കൊടുത്തോ ഇന്നാറ് ചൊല്ലത്. അപ്പൊ ഇയാൾ ചൊല്ലു, നാനിക്കുറെ ഇൽമു തന്റെ നീ ബുഡ്രേ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു ഓക്കെ നീ ഒരു ഇൽമു പഠിപ്പാടി തന്നെ നാ ബുഡ്രേ. അങ്ങനെ ഈ മനുഷ്യ ഇയാൾ ചൊല്ലറേ എന്തേ, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖ്റ ആയത്തുൽ കുർസി, നീന് ജാമന ഉറങ്ങു പോകുമ്പോ ആയത്തുൽ കുർസി ഓതു. ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദ്, അങ്ങനെ ഉണ്ടായെങ്കിൽ അള്ളാഹുടെ പക്കൽ നിന്ന് ഒരു സംരക്ഷണ തന്റെ ഒരാള്, അതായത് സംരക്ഷണ കിട്ടു നിക്ക്, മലക്ക് വന്ന് നിന്റെ സംരക്ഷിക്കരുത്. വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, സുബയാവരോട് തോലു ശൈത്താൻ നിന്റെ മുട്ട പണ്ടില്ല. അങ്ങനെ ഈ ഒരു ഇൽമ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിട്ടിട്ട്, അങ്ങനെ ഇട്ടിക്കറ അയാള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പൊട്ടുത്തു. പിറ്റാണ്ട് സുബൈക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട്, ഇന്നലെ അയാൾ ബന്തില്ലേ, അതേ നബി ഇന്നലും അയാൾ ബന്ത്. മാത്ര അയാൾ എന്നാ ബുട്ടെ എന്താ ചൊന്നെങ്കിൽ അയാൾ ഇങ്ങനെ ഒരു ഇൽമു പഠിപ്പാട്ടിട്ട് ജാമന ഉറങ്ങുമ്പോ ആയത്തുൽ കുർസി ഓതിണ്ടായെങ്കിൽ ഷെയ്ത്താൻ മുട്ട പണ്ടില്ല, അള്ളാഹുടെ പക്കൽ നിന്ന് ഒരു സംരക്ഷണ കിട്ടു ചൊന്ത അയാൾ ചൊന്തു, ಅದಕ್ಕೆ ನಾ ಬುಟ್ಟೆ. അപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, സ്വദഖക വഹുവ കദൂബ്, ആള് കളവ് ചൊല്ലുற ആള്, മാത്ര ഈ ചൊന്നത് നേര്, ഇപ്പൊ ഈ ചൊന്നത് അത് നേര്, മാത്ര ആള് വെറും കളവ് ചൊല്ലുற ആള്. ആളാറത് ഷെയ്ത്താൻ, അത് ഷെയ്ത്താൻ ഐത്തിക്കറി. മൂന്നാളും നിന്റെ മുട്ട ಬಂದರೆ ഷെയ്ത്താൻ ഐത്തിക്കറി ചൊന്തു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റൊಟ್ಟಿಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ മനുഷ്യ രൂപത്തിൽ വന്നേ അല്ലെ, ഇങ്ങനത്തെ അതീതരുള്ള കുറെ ആൾമാർ എന്താക്കാറ്, ഇതെല്ലാം ബുദ്ധികൾ ഉൾക്കൊള്ളുന്നതാ, നന്റെ ബുദ്ധിക്ക് ഇത് പോണ്ടില്ല ചൊന്ത് വലിച്ചെറിഞ്ഞ ഉള്ളാർ എറിഞ്ഞ എറിഞ്ഞൊഴിക്കട്ട്. ഞങ്ങൾക്ക് സ്വഹിയായ ഒരു ഹദീസ് ബന്തുണ്ടായെങ്കിൽ അത് ആക്സെപ്റ്റ് ആക്കരുത് ഇട്ടിക്കറ്, ഞങ്ങളെ മേലുള്ള ഹക്ക് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം. അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പാട്ടത് ഇട്ടിക്കറ്. സ്വഹിയായ ഒരു ഹദീസ് കിട്ടുണ്ടായെങ്കിൽ നന്റെ ബുദ്ധി അല്ല അതിനെ അപ്പുറത്തത് ഞാൻ ആലോചനാക്കിയിട്ടും നക്കത് ആലോചനാവില്ലുണ്ടായെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കമേ അത് ഇട്ടിക്കറ്. അതൊരു വിഷയത്തില് മനസ്സിലാക്കുള്ളൂ. പിന്നെ ഷൈത്താൻ ഈ ഇൽമുകൾ പഠിപ്പാട്ടി കൊടുത്ത സബല ഞങ്ങൾ ഇത് അമലാക്കറേ അല്ല. ഇങ്ങനെ ചൊല്ലുന്നേ, ഷൈത്താൻ ഒരു ഇൽമു പഠിപ്പാട്ടിയ ഞങ്ങൾ ഇതാക്കണ അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി എന്തൊരു ചൊന്നെ, സ്വദഖക വഹുവ കദൂബ്, ഈ ചൊന്നത് അവൻ നേര്, ബാക്കി അവൻ കളവ് ചൊല്ലണായെങ്കും ഈ ചൊന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് കിട്ടിയ സബല ഇട്ടിക്കറ് ഞങ്ങൾ അത് ആക്സെപ്റ്റ് ആക്കറ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഹദീസിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷയം എന്തേ, ആയത്തുൽ കുർസി ഞങ്ങൾ ജാമന വർങ്ങരേക്ക് മുന്നൂറ് ഓതിയുണ്ടായെങ്കിൽ അള്ളാഹുരെ പക്കൽ നിന്ന് സംരക്ഷണ കിട്ടും. അതായത് മലക്ക് ബന്ത് ഞങ്ങളെ സംരക്ഷിക്കര്. എവിടുത്തോളൂ, സുബൈ തോലു. ഷൈത്താൻ ഞങ്ങളെ മുട്ട പറയും പോലെ അങ്ങ ബുടുല്ല ചൊന്ത തിക്കറ്. ഈ ഹദീസിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യം അല്ലേ. മലക്കുമാർ ബന്ത് ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ചൊന്നെങ്കിൽ എന്തിര് VIP രണ്ട് അപ്പറായ ഞങ്ങൾ അല്ലേ. ഇണ്ട് VIP രങ്ങ ബണ്ടത് കാണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ മിനിസ്റ്റർമാർ എതിർലിത്തറ പോലീസ് ഗാഡി, പെറോളിത്തറ പോലീസ് ഗാഡി അല്ലെ, ഇങ്ങനെ നടുവിൽ ഇങ്ങനെ വണ്ടി. അപ്പൊ ഇത് ആറ് അള്ളാഹുരെ മലക്കുമാറിട്ടിക്കറ ഞങ്ങൾക്ക് സംരക്ഷണ തന്നെ, ഞങ്ങളെ കാത്തു നിക്കറ്. അപ്പൊ അത് വലിയ ഒരു മഹത്തുള്ള പ്രതിഫല ഇട്ടിക്കറ്, അല്ലെങ്കിൽ വലിയ ഒരു മഹത്തുള്ള ഒരു കാര്യ ഇട്ടിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജാമന ഉറങ്ങു പോകുമ്പോ ഈ ആയത്തുൽ കുർസി ഓതുறது ഞങ്ങൾ ഉറക്കും മറക്കു തീരാത്ത ഒരു കാര്യം ഇട്ടിക്കറ്. അതേപോലെ ഒലിമ്പാമറ്റത് ചെറിയ അമല് വലിയ പ്രതിഫല എന്തേ ചൊന്നെങ്കിൽ വലിയ ഫായ്ദ അവിടെ ഒരു കാര്യം. ഞങ്ങളെ തടിൽ എന്തെങ്കിലും ഒരു നൊമ്പലായിട്ട്
ആ നൊമ്പലായിട്ട് ഞങ്ങ ഒരു ദുവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയർ ആ ദുവ ഞങ്ങ ദുവാർദെಂಟಾയെങ്കിൽ ആ നൊമ്പല ഇല്ലാಂಟ ಅವರು ಉಂಟೈ ತಿಕ್ಕರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನಂಗೆ പഠിപ്പാട്ടി തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ആക്കറി വേറെ ഏതാ ഒരു ഹദീസ് അല്ല കറക്റ്റ് ഇമാം മുസ്ലിം സഹിയായ ഹദീസിൽ റിപ്പോർട്ട് ആക്കറി ഹദീസ് എന്തിരെ عن عثمان بن أبي العاص رضي الله عنه أنه شكا إلى رسول الله صلى الله عليه وسلم وجعا يجده في جسده منذ أسلم ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು ചൊಂತು നക്ക് നന്റെ തടികൊരു നൊമ്പലുണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ നന്റെ തടില് ഒരു നൊമ്പലുണ്ട് ചൊಂತು നബിയൊട്ടിಗೆ എന്താക്കിത്ത് ചൊಂತು فقال له رسول الله صلى الله عليه وسلم അപ്പോൾ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊಂತು لا يدك على الذي يألم من جسدك ഏത് അവയവത്തിൽ നിക്ക് നൊമ്പലുണ്ട് ആ ജാഗക നീ കൈവേ വഖുൽ ബിസ്മില്ലാഹി സലാസ മറات ثلاثا പിന്നെ നീ എന്താക്ക് ബിസ്മില്ലാ ചൊല്തു കൈവച്ചിട്ട് ബിസ്മില്ലാ ചൊല്ലണം 3 വട്ട ബിസ്മില്ലാ ചൊല്ലണം വഖുൽ സബഅ മറات പിന്നെ 7 വട്ട അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജ്ദു വഉഹാദിറു ഈ ദുആ 7 വട്ട നീ ചൊല്ലു അങ്ങനെ ഉണ്ടായെങ്കിൽ നിന്റെ നൊമ്പല ഇല്ലാಂಟ ಅವರು ಉಂಟೈ ತಿಕ್ಕರು ரசூல் சல்லல்லாஹு அலைஹி வஸல்லம் ആ സഹാബിക്ക് പഠിപ്പാട്ടി കൊടുക്കറേ ആ സഹാബി ചൊല്ലറേ നാനത് ആക്കിയിൽ പിന്നെ നന്റെ നൊമ്പൽ അത് ഇല്ലാಂಟೈತು ചൊಂತು ആ സഹാബി പിന്നെ ബാക്കി ഹദീസിൽ ചൊല്ലறது നമുക്ക് കാണാൻ സാധ്യവും പിന്നെ ആ സഹാബി അയാളുടെ കുടുംബത്തങ്ങളൊട്ടിയും അയാളുടെ മുട്ടത്തങ്ങളൊട്ടി എല്ലാരൊട്ടിയും ഇത് ചൊന്നു ഇന്തിണ്ടൈ തിക്കറ് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യവും അപ്പൊ ഞങ്ങൾ എന്താക്കണു ഞങ്ങൾ തടിയിൽ ഏതേ നൊമ്പലില്ലാത്തങ്ങാറുള്ള അല്ലേ എന്തേ ഒരു നൊമ്പലിക്കറ് അപ്പൊ ഈ നൊമ്പലെല്ലാം ഇക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ನೆನಪಾಡುന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന പോലെ ഡോക്ടർമാർ അല്ലെ ഹോസ്പിറ്റൽ പോകണ്ടല്ല പോ മാത്ര ഞങ്ങൾക്ക് ഫസ്റ്റ് ನೆನಪಾവണായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് പഠിപ്പാട്ടി ആ ട്രീറ്റ്മെന്റ് ആക്കറോടെ ഞങ്ങൾക്ക് എന്ന് പേടിക്കാനുണ്ടില്ല അല്ലെ ഞങ്ങൾക്ക് അതിൽ എന്നെ ഒരു സൈഡ് എഫക്ട് പണ്ടിട്ടില്ല ഒന്ന് ആക്കിങ് എന്തുകൊണ്ട് അള്ളാഹു ഇതിനെല്ലാം നിഷേധിക്കറങ്ങുള്ള നവൂദുബില്ല ഇതെല്ലാം വലിയ അപകട എത്തിക്കറ് എന്തിനാ ഒരു ദുആ ചൊന്ന സാത്ത് നൊമ്പല കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വലിയ പഠിച്ചങ്ങ നിശ്ചിറാർ സ്റ്റേജും കെട്ടുറാറ് ഒരു മൈക്ക് കിട്ടിയെങ്കിൽ അങ്ക് ബുദ്ധി ഉൾക്കൊള്ളാത്ത ഹദീസിലെല്ലാം വലിച്ചെറി ഇതേ ടിക്കറ് മന്ത്രവാദ ഇതേ ടിക്കറ് ജഹാലത്ത് ഇതേ ടിക്കറ് ഖുറാഫാത്ത് എന്നുള്ള ചൊന്തു വിരോധിക്കരുതലകാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുത്ത ഒരാൾ എങ്ങനെ ഖുറാഫാത്ത് അവിടെ ഖുറാഫാത്ത് ചൊന്തിങ്ങ എന്തിന് അന്ധമായിട്ട് ഒരു ദലീലും ഇല്ലാണ്ട് അതിരെ പിറകിൽ പോകേണ്ട തിക്കറ ഖുറാഫി അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതിട്ടേ തിക്കറ് ഇത് ചൊല്ലറ് ഇങ്ങനത്തെ മന്ത്ര ഉണ്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിര് അപ്പൊ എന്നെ ഒരു നൊമ്പല ഉണ്ടുണ്ടായെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഫുള്ള് ചൊല്ലുണ്ടില്ല ബിസ്മില്ലാ 3 വട്ട പിന്നെ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജ്ദു വഉഹാദിറു ഇത് 7 വട്ട സ്വന്തം ഔണൗണാക്കരുത് ഇട്ടിക്കറ് അല്ലാഹ് തന്റെ ഖൈർ ഇനി വേറെ ഒരാൾക്ക് അങ്ങനെ നൊമ്പല് ഇന്തുണ്ടായെങ്കിൽ എന്താക്ക ആക്കി കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ല അവനെ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എന്താ ഒരു തെല്ലൊരു ചേഞ്ചസ് ഉണ്ട് അവിടെ ഔദു അല്ല ഉഈദു ചൊല്ലും ഉഈദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ തജ്ദു വതുഹാദിർ മാ അജ്ദു വഉഹാദിർ ഉള്ളത് എന്തായിട്ട് മാ തജ്ദു വതുഹാദിർ അങ്ങനെ ചൊല്ലും അപ്പൊ ഇത് ഞങ്ങൾ ഒർക്കും നിഷേധിക്കുക തീരാത്തെ സ്വഹിയായി വന്ന ഹദീസിലുള്ളത് ടിക്കറ് ഇമാം മുസ്ലിമും ഇമാം ബുഖാരി അല്ല റിപ്പോർട്ട് ആക്കിയ ഹദീസ് ടിക്കറ് ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും ഇണ്ടല്ല ഇങ്ങനത്തെ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നെ എത്ര ട്രീറ്റ്മെന്റ് റൈത്തിക്കറി ഇങ്ങെന്താക്കരെ നിഷേധിച്ചോല് അജ്വ ഈത്ത പല തിന്നെങ്കിൽ ഒരാൾ അജ്വ ഈത്ത പല തിന്നെങ്കിൽ 7 ഈത്ത പല തിന്നുണ്ടായെങ്കിൽ അവനക്ക് വിസ തട്ടില്ല ചൊന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി അല്ലേ അവിടെ അതും ഉലമാക്കന്മാർ വിശദീകരിക്കാറ് അവിടെ വിസ തട്ടില്ല ചൊന്ന് ഏത് വിസ മരിക്കണം പോലത്തെ വിസ അല്ല മരിക്കാത്ത കുറേ വിസ ഇപ്പതാ തേല് അല്ലെങ്കിൽ ഒരു എറുമ്പ് കുത്തിയെങ്കിൽ ആ എറുമ്പിൽ നിന്നിട്ട് ഞങ്ങൾക്ക് എന്താവും നൊമ്പലാവും അവിടെ ആ എറുമ്പ് എന്തിന് ആക്ച്വലി അത് ബിസൈറ്റിക്കറ് മാത്രം ഞങ്ങൾ തടി ഇത്ര വലിയുള്ള സബലു ഞങ്ങൾക്ക് അത് മരിക്കുകയാവില്ല അത്രമേ അപ്പൊ അത് ഞങ്ങൾ തടിനുള്ളിലേക്ക് ബിസൈഡ്രേറ്റിക്ക് അപ്പൊ ഇങ്ങനെ മരിക്കാത്ത വിസ എന്തുണ്ടാ അതേ ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉദ്ദേശിച്ചിരെ ചൊന്തും ഉലമാക്കന്മാർ വിശദീകരിക്കരുത് കാണും അപ്പൊ ഈ വിശദീകരണം എന്ത് നോക്കാണ്ടെ നാണിക്ക് അത് തണ്ട നീ കുടിച്ചിട്ട് നീ 7 അജോ തണ്ട അത് തിന്നിട്ട് ഇത് കൂടി അപ്പൊ നീ മരിക്കില്ലേ നോക്കൂ ഇങ്ങനെയുള്ള ചാലഞ്ച് ആക്കരുതല്ല കാണും
നഊദു ബില്ലാഹ്. ഇണ്ടങ്ക് തമാസാക്ക, ഇണ്ടങ്ക് കളിയാക്ക. പരലോകത്ത് അല്ലാഹുവിന്റെ എದುರಲ್ಲಿ ಎಂದ್ರೆ ಆನ್ಸರ್ ಉಂಟು ಅಂಕೆಂದ್ರೆ ಆನ್ಸರ್ ಉಂಟು. നന്റെ ബുദ്ധി ഉണ്ടാ നങ്കേം ചൊല്ല സ്വഹിയായ ഹദീസ് ഉണ്ട് റബ്ബെ. ആ സ്വഹിയായ ഹദീസ് നോക്കിയിട്ട് എത്തിക്കരുത് അങ്ങ് ഇത് അമലാക്കിരി, ഇത് വിശ്വസിച്ചിരി. അങ്ങനെ ചൊല്ലേ നന്റെ ബുദ്ധിക്ക് ഞാൻ ആൽച്ചനാക്കി. ഏത് ബുദ്ധി? അറബി ഓതുക തെരിയാത്ത കൊണ്ട് ബുദ്ധി. ആ ബുദ്ധി വെച്ചിട്ട് എത്തിക്കറുവോണ് ആൾക്കരെ ബെലെ ബെല്ലെ ഹദീസിരെ വിദ്വാംസമാർ ബെലെ ബെല്ലെ ആലിമറങ്ങ ചൊന്നതായി ആ ഒരു പൽക്കത്തല്ല എടുക്കാണ്ടെ ഒരു ബലമില്ലാത്ത കൊണ്ട് ബുദ്ധിരെ വെച്ചിട്ട് ഓണു ആൾക്കരെ. അപ്പൊ ഏതായെങ്കും അപ്പൊ ഇങ്ങനെ തമാസാക്കരുതല്ല ഓർക്കും തീരാം. ഞങ്ങ മനസ്സിലാക്കുന്ന ഈ ഒരു കാര്യം ഇട്ടിക്കറ്. ഏതായെങ്കും നാ ചൊന്ന വന്നെ ഇത് ഞങ്ങൾക്ക് വലിയൊരു ഫായ്ദ അവിടെ ഒരു കാര്യം ഇട്ടിക്കറ്. നൊമ്പൽ ഇന്ന് അവിടെ ബിസ്മില്ല ചൊന്തു പിന്നെ ഈ ദുവ ഞങ്ങൾ എന്താക്കുന്നു 7 ബട്ട ചൊല്ലും. അതേപോലെ 10ാമത്തേത് ചെറിയ അമല് വലിയ പ്രതിഫലമുണ്ട്. ഏതത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഒരു നാള് 100 ബട്ട ചൊന്നിട്ടായെങ്കിൽ അതിൽ കിട്ടൊരു വലിയ പ്രതിഫലം 5 വലിയ പ്രതിഫലം ഇട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി ചൊന്നര്. സാധാരണ ഞങ്ങളെ കേൾക്കരുത് ഇട്ടിക്കറ് മാത്രം മറക്കറ. ഇങ്ങനത്തെ ക്ലാസ് എല്ലാകുമ്പോഴത്തേക്ക് ഇത് എന്താവും ഞങ്ങൾക്ക് നെനപ്പാവുക. അപ്പൊ നെനപ്പാവുമ്പോൾ ഞങ്ങൾ എന്താക്കണം അതിരെ പ്രാവർത്തികാക്കുക. വാപ്പാസ് ഞങ്ങൾ അതിൽ ജീവനത്തിൽ കൊമ്പർക്കും ഞങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഹദീസ് നോക്കൂ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ 100 മറ. ആരെങ്കിലും ഈ ദുആ ഒരു നാള് 100 ബട്ട ചൊന്നിട്ടായെങ്കിൽ കാനത്ത് ലഹു ഈദല 10 റിഖാബ്. ഒന്നാമത്തെ പ്രതിഫല 10 അടിമരെ മോചനാക്കിയ പോലെ. സുബ്ഹാനല്ലാഹ്. ഒന്നല്ല രണ്ടല്ല 10 അടിമമാരെ മോചനാക്കിയ പോലെ. എന്ത് അടിമ സമ്പ്രദായം ഉണ്ടില്ല ലോകത്ത്. അപ്പൊ പണ്ടത്തെ കാലത്തെ ഒരു അടിമരെ ബലത്തരായിട്ട് ഇണ്ടത്തുക്ക് ടാലി ആക്കുമ്പോ ഉലമാക്കന്മാർ ചൊല്ലേ ഒരു അടിമക്ക് ജെൻഡറിലാക്കൊണ്ടുപോകാം. ജെൻഡറിലാക്ക് പണ്ടത്തെ കാലത്ത് ഇണ്ടത്തുക്ക് ടാലി ആക്കും. അപ്പൊ ജെൻഡറിലാക്കുന്ന പോലെ ഒരു 10 അടിമരെ എത്ര? 25 ലാഖ് അല്ലേ? 25 ലാഖിന് കൂലി ഏറ്റിക്കറ്. സുബ്ഹാനല്ലാഹ്. കാലി ഇതൊരു 100 ബട്ട ചൊന്നി ഒന്നും തീർന്നില്ല. രണ്ടാമത്തേത് വകുതിബത്ത് ലഹു 100 ഹസന. 100 എന്തുണ്ട് ഹസനത്ത് അവനുക്ക് എഴുതി വയ്ക്കുന്നത്. 100 നല്ല അമലു സ്വാലിഹത്ത് അവനുക്ക് എഴുതി വയ്ക്കുന്നത്. മൂന്നാമത്തേത് വമുഹിയത്ത് അൻഹു 100 സയ്യ. 100 തപ്പ് അവന്റെ നിന്ന് മായ്ച്ചു വിടും. നാലാമത്തേത് വകാനത്ത് ലഹു ഹിർസം മിന ശൈത്വാനി യൗമഹു ദാലിക ഹത്ത യുംസിയ. അസറാവുടത്തോളം ശൈത്താനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അവന് കിട്ടും. ശൈത്താൻ അവന്റെ ഉപദ്രാക്കിൽ നിന്ന് അവനുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. എവിടത്തോളൂ? അസറാവുടത്തോളം. അഞ്ചാമത്തേത് പിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ വലം യഅതി അഹദുൻ അഫ്ളല മിമ്മാ ജാഅ ബിഹി. ഇതുപോലത്തെ ഒരു പ്രതിഫലം എടുത്തോണ്ട് പരലോകത്ത് വേറെ ഒരാളും ബണ്ടില്ല. ഇത്ര വലിയ പ്രതിഫലം എടുത്തോണ്ട് പരലോകത്ത് വേറെ ഒരാളും ബണ്ടില്ല. ആരല്ലാണ്ടെ ഇല്ല അഹദുൻ അമില അക്സറ മിൻ ദാലിക്. അവന്റെ കാണ യാറ ചൊന്നോണല്ലാണ്ടെ 100 ചൊന്ന അപ്പൊ ഓണ്ട കാണ യാറ കൊടുത്ത 100 യാറ ചൊല്ലറെങ്കിൽ അവനല്ലാണ്ടെ വേറെ ഒരാൾക്കും ഓണ്ടെത്ര വലിയ പ്രതിഫലം എടുത്തോ പണ്ടോണു പരലോകത്ത് വേറെ ആറും ഇല്ലാണ്ടെ തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട. 5 വലിയ മഹത്വം ഇട്ടിക്കറ് ഈ ഒരു ദിക്റിൽ ഉല്ലേഖിച്ചുള്ള മനസ്സിലാക്കും. അല്ലേ? കാലി 10-15 മിനിറ്റ് ഉൽഗത്തിൽ ചൊല്ലുക. അവിടെ ഇട്ടിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 ബട്ട അങ്ങനെ ചൊന്നിട്ടായെങ്കിൽ ഈ എല്ലാ കാര്യം നമുക്ക് കിട്ടറ്. 10 അടിമരെ മോചനാക്കിയ പോലെ 100 കൂലി രേഖപ്പെടുത്തറ്, 100 തിന്മ മായ്ക്കപ്പെടറ്. അതേപോലെ ശൈത്താനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടറ്. പരലോകത്ത് അവന്റെ എത്ര വലിയ പ്രതിഫലം എടുത്തവണ്ടോണു വേറെ ആറും ഇല്ല. അവന്റെ ആണ്ട് യാറ ചൊന്നോണല്ലാണ്ടെ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അപ്പൊ ഇതല്ല ചെറിയ അമല് വലിയ പ്രതിഫലം ഇട്ടിക്കറ്. അതേപോലെ 11ാമത്തേത് അള്ളാഹുരെ സ്മരിക്കര സദസ് അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ഒരു സദസ്സുക്ക് ബന്ത് ദയിക്കിരി അവനുക്ക് കിട്ടേ പ്രതിഫലം നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും പഠിക്കുക പറഞ്ഞോണ്ടില്ല, ജസ്റ്റ് ബന്തെച്ചമ്മ അവൻ പഠിക്കാണ്ടിക്കട്ട് തലകെടുക്കട്ട് തല അള്ളാഹുരെ സ്മരിക്കരുത്. ഇതേപോലത്തെ ദീനിയായ മജ്ലിസിൽ ബന്ത് ദച്ചിട്ട് പഠിക്കുന്ന വർത്ത ബന്ത് ദച്ചങ്ങുമയോ
ಅವನು ಗಿಟ್ಟರೆ ನೋಕರು. ಅಬೂ ಹುರೈರಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ರಿಪೋರ್ಟ್ ಹಾಕ್ರೆ ಅನ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಕಾಲ್, ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ರೆ, ಇನ್ನ ಲಿಲ್ಲಾಹಿ ತಬಾರಕ ವ ತಆಲ ಮಲಾಯಿಕತನ್ ಸಯ್ಯಾರತನ್ ಫುದಲನ್ ಯಬ್ತಗೂನ ಮಜಾಲಿಸ ದಿಕ್ರ್. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കുറേ മലക്കുമാറുള്ളാറ് അങ്ങനെ തേടി നടന്നു വയ്ക്കാറ് ഇങ്ങനത്തെ സദസ്. ഏത്? അള്ളാഹു ദിക്റാക്കരെ, അതേപോലെ ദീനി പഠിപ്പാട്ടരെ, ദീന് പഠിക്കരെ, ഖുർആൻ പഠിക്കരെ, ഹദീസ് പഠിക്കരെ, ഇങ്ങനത്തെ സദസ് ഇങ്ങനെ തേടി നടന്നു വയ്ക്കാറ്. അങ്ങനെ തേടി നടന്നിട്ട് അങ്ക് അങ്ങനത്തെ ഒരു സദസ് കിട്ടിയിട്ടായെങ്കിൽ അങ്ങെന്താക്കാറ്, അങ്ങനെ റെക്കരെ ബുടുപ്പാട്ടിട്ട് അങ്ങനെ മേലിങ്ങനെ ബുടുപ്പാട്ടിട്ട് നിൽക്കാറ്. അങ്കൊരു തണൽ പോലായിട്ട് അങ്ങനെ ബുടുപ്പാട്ടി നിൽക്കാറ്. അത് എത്ര ഒന്നല്ല, എത്ര മലക്കുമാർ നോക്കുക, അത്ര മലക്കുമാർ ഇങ്ങനെ ബുടുപ്പാട്ടിട്ട് അങ്ങനെ റെക്കരെ ബുടുപ്പാട്ടി ഇങ്ങനെ നിന്തോ പോണ്ടാർ, മേൽ തോൽ പോണ്ടാർ. ലാസ്റ്റ് ആകാശത്ത് ഒന്നാനത്തെ ആകാശത്തോളു അങ്ങനെ റെക്കരെ ഇങ്ങനെ ബുടുപ്പാട്ടിട്ട് അങ്ങനെ മേലിങ്ങനെ പൊതിഞ്ഞിട്ടിക്കാറുണ്ട് തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അങ്ങനെ സദസ്സെല്ലാം പിരിഞ്ഞതിൽ പിന്നെ ഇങ്ങും എന്താക്കിടാറ്, അള്ളാഹുടെ മുട്ട പോണ്ടാർ. അള്ളാഹുടെ മുട്ട പോകുമ്പോഴത്തേക്കും അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങോട്ട് കേക്കറേ, മിൻ ಐನ ಜಿത്തും, നിങ്ങൾ എവിടെ ಬಂಡೆ? അപ്പൊ ഈ മലക്ക് അള്ളാഹു ഗൊന്തുണ്ടു, അള്ളാഹു ഗൊന്തിൻത്തെ തിക്കർ അള്ളാഹു കേക്കറേ, നിങ്ങൾ എവിടെ ಬಂಡೆ? അപ്പൊ ഈ മലക്കുമാർ ചൊല്ല, ഞങ്ങൾ ഇന്ന ഒരു സദസ് നോക്കിയാ അങ്ങനെ മുട്ടൽ നിന്തെ തിക്കർ ഞങ്ങൾ ಬಂಡೆ. അപ്പൊ അള്ളാഹു കേക്കറേ, അങ്ങ് എന്തിരെ കേട്ടോ ഇന്നി? അപ്പൊ അങ്ങ ചൊല്ലാറ് മലക്കുമാറ്, അങ്ങ സ്വർഗ കേട്ടോ ഇന്നി, സ്വർഗ ആഗ്രഹിച്ചോ ഇന്നി? അപ്പൊ അള്ളാഹു കേക്കറ്, അങ്ങ സ്വർഗ നോക്കിരാറാ? മലക്കുമാർ ചൊല്ലാറ്, ഇല്ല, അങ്ങ് സ്വർഗ നോക്കിയിട്ടില്ല. അങ്ങ് സ്വർഗ നോക്കിരെങ്ങ എന്താവും? അള്ളാഹു കേക്ക്. പിന്നെ മലക്കുമാർ ചൊല്ലാറ്, അങ്ങ പ്രൊട്ടക്ഷൻ തേടിയോ ഇന്നാറ്? എന്തിരത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ തേടിയോ ഇന്നാറ്? നരകത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ തേടിയോ ഇന്നാറ്? അങ്ങ് നരക നോക്കിരാറാ? ഇല്ല, നരക നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ നരക നോക്കിയ എന്താവും? പിന്നെ മലക്കുമാർ ചൊല്ലാറ്, അങ്ങ് ഇസ്തിഗ്ഫാർ തേടിയോ ഇന്നാറ്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുമാരോട് ചൊല്ലെ, ഖദ് ഗഫർതു ലഹും, അങ്ക്കെല്ലാവർക്കും നാം മാഫാക്കി കൊടുത്തേ. ഫഅതൈതുഹും മാ സഅലു, അങ്ങ് എന്തിരെ തേടിയോ ഇന്നാറ നണ്ടൊട്ടിಗೆ അത് ഞാൻ അങ്ക് കൊടുക്കറേ, അതായത് സ്വർഗ്ഗം ഞാൻ അങ്ക് കൊടുക്കറേ. അതേപോലെ വഅജർതുഹും മിമ്മസ്തജാറു, അങ്ങ് എന്തിരത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ തേടിയോ ഇന്നാറ അതിൽ നിന്ന് ഞാൻ അങ്ങനെ ബച്ചവാക്കറേ, നരകത്തിൽ നിന്ന് അങ്ങനെ ബച്ചവാക്ക. അപ്പൊ നോക്കൂ, ഒരു സദസ്സിൽ ഇന്നങ്കുള്ളി വലിയ മഹത്വം ഇട്ടിക്കരുത്. തീർത്തില്ല, ഇനിയും തീർത്തില്ല, ഇനിയും ഉണ്ട് ബാക്കി. എന്തേ? അപ്പൊ ഇത് ചൊന്നപ്പ മലക്കുമാറ് അള്ളാഹുരോട് കേക്കറ, റബ്ബി ഫീഹിം ഫുലാനും, അള്ളാഹുവേ ആ സദസ്സിൽ ഒർത്തിന്ന അവൻ എന്തുക്ക് വന്നേ? അബ്ദുൻ ഖത്താവും, അവನು ചമ്മ തപ്പാക്കിയ ഒരാളായിട്ടിക്കറവൻ. അവന് വന്നിട്ട് എന്തുക്ക് പഠിക്കുകയല്ല, ഇന്നമാ മറ, അവൻ ആ സദസ്സിൽ ഇങ്ങനെ പാസ്സായിട്ടിന്ന. അപ്പൊ ഈ സദസ്സ് നോക്കിയിട്ട് ഫജലസ മഅഹും, എങ്ങനെ ഒരു സദസ്സുണ്ടല്ലേ, അങ്ങനെ സദസ്സുണ്ടല്ലേ ചൊന്ത അവൻ വന്നിട്ട് ദച്ചിര മാത്ര. അപ്പൊ അവന്റെ അവസ്ഥ എന്തേ? അള്ളാഹു സുബ്ഹാനഹു തആല ഫയഖൂലു വലഹു ഗഫർതു, ഞാൻ അവനുകും മാഫാക്കി, അവനുകും നാ മാഫ്. പഠിക്കുക എന്നറ അവൻ ജസ്റ്റ് പാസ്സാവുമ്പോ ആ സദസ്സിൽ വന്ന് ദച്ചിട്ടാകുമ്പോഴത്തേക്കും ആ ദച്ചങ്ക് കൊടുത്ത അതേ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ആ സദസ്സിൽ നിനക്ക് കൊടുത്ത അതേ പ്രതിഫലം ഇട്ടിക്കർ അള്ളാഹു അവനുകും കൊടുക്ക്. വലഹു ഗഫർതു, അവനുകും നാ മാഫാക്കിയ. പിന്നെ ചൊല്ലേ, ഹുമുൽ ഖൗം ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അങ്ങ് ഒരു വിഭാഗ ആ സദസ്സിലുള്ള ആൾമാർ അങ്ങനെ കൂട്ടത്തിൽ ഒരാളും എന്തിരാവാൻ ടിക്കറ്റ് ദൗർഭാഗ്യ ഇല്ലാത്തങ്ങ ആവാൻ ടിക്കറ്റ് ചൊന്തയിട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ചൊല്ലു. അപ്പൊ നോക്കൂ, ഇത് ഒരു സദസ്സിൽ കിട്ട വലിയ മഹത്വം ഇട്ടിക്കർ അല്ലെ. ഒന്നാമത്തേത് മലക്കുമാരുടെ സാന്നിധ്യം. മലക്കുമാർ ഞങ്ങളെ അങ്ങനെ എന്തിരെ ആ റെക്കപിടിപ്പാട്ടിട്ട് ഞങ്ങളെ പൊതിരെ. അതേപോലെ ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗ കേട്ടതുക്ക് സ്വർഗ തണ്ടേ, നരകത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ കേട്ടിക്ക് നരകത്തെ പ്രൊട്ടക്ഷൻ തണ്ടേ, ഇസ്തിഗ്ഫാർ ആക്കിയേക്ക് ഇസ്തിഗ്ഫാർ തണ്ടേ. അതുപോലെ ഒരാൾ പഠിക്കുകയല്ല, വെറുതെകും ಬಂದು ಹೆಚ್ಚಗಬಲು അള്ളാഹു സുബ്ഹാനഹു തആല അവനുകും മാഫാക്കി കൊടുക്കറേ. ഈ സദസ്സിനെ മഹത്വപ്പെടില്ലാത്ത സബലത്തിക്കറ് സാധാരണ ആൾമാർ എന്താക്കല്ലേ, ഇങ്ങനത്തെ ദീന് പഠിക്കരേ, അതേപോലെ ഇങ്ങനത്തെ ഖുർആൻ പഠിക്കരേ, ഹദീത്ത് പഠിക്കരേ സദസ്സുകളെ ബണ്ടില്ല, പ്രാധാന്യ പിടിയില്ല, അതിന് മഹത്വ പിടിയില്ല. അപ്പൊ അത് ഞങ്ങൾക്കും അങ്ങനെ ആവും തീരാ. എത്രേ വലിയ ഇമ്പോർട്ടൻസ് കാര്യക്കെട്ട് ഞങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടുണ്ടൂടെ ചൊന്നിട്ടായെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഖുർആൻ പഠിക്കരേ ഒരു എന്തേ ഒരു സദസ് ഉണ്ടുണ്ടായെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടായെങ്കിൽ ആ എത്ര അവിടേക്ക് ಬಂತು ಸೇರೋಗು ഞങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ വലിയ വലിയ പ്രതിഫല എത്തിക്കറ് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകേണ്ടേ ചൊല്ലി ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ.
ഈ ഹദീസ് ഒരു സാധാരണ ഒരു മനുഷ്യ പഠിച്ചിട്ടാകുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല റീസെന്റ് മരണപ്പെട്ട ഒരു വലിയ ആലിമ ടീച്ചറായാണ്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല അവർക്ക് ഇതേപോലെ സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തു ഇക്കുന്ന സന്ദർഭത്തില് ആ മനുഷ്യരെ നോക്കിയിട്ട് ഇബ്നു ഉസൈമീൻಗೆ പിടിയിത്ത്. സാധാരണ ഒരു വയസ്സായ ഒരാള് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലಗೆ പിടിയിത്ത്, ഇയാൾക്ക് എന്തും അർത്ഥായുണ്ടില്ല. അങ്ങനെ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലಗೆ എന്തൊരു അർത്ഥായുണ്ട. അപ്പൊ ഈ മനുഷ്യ ചൊല്ലു ഇല്ല എനിക്ക് എന്തും അർത്ഥായുണ്ടില്ല. അപ്പൊ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലಗೆ പിന്നെ എന്തൊക്കെ തെച്ചിരിഞ്ഞ. അപ്പൊ ഇയാൾതാ ഇത് ചൊല്ലു, ഏത് ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും. ഏതൊരു സദസ്സില് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇങ്ങനത്തെ പ്രതിഫലമുള്ള തണ്ടിട്ട് ചൊന്നറ അതിലെ ഒരു ഭാഗമായിട്ട് തീരുകയായിട്ട് ഞാൻ ഉദ്ദേശിக்கிறேன் അല്ലേ. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ബുൾപുട്ടുണ്ടായിട്ടിക്കറ് ആ ഒരു സംഭവത്തിൽ നമുക്ക് കാണും. അപ്പൊ ഞങ്ങൾ വെറുതെ കുമ്പം തെച്ചെങ്കും ആ ഒരു കൂലി ഞങ്ങൾക്ക് കിട്ടു ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഏതായെങ്കും ഇതേ ടിക്കറ് ഒരു സദസ്സില് ദച്ചെങ്കുള്ള കൂലി ചൊല്ലത്. അപ്പൊ ചെറിയ ഒരു അമലൈറ്റിക്കറ് വലിയ ഒരു പ്രതിഫലൈറ്റിക്കറ് ഇതിലുള്ളേ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ 12ാമത്തേത് ഞാൻ ചൊല്ല ഉദ്ദേശിക്കറെ പള്ളിക്ക് പോകേണ്ടതിരെ മഹത്വം. പള്ളിക്ക് ഇങ്ങനെ പോണ്ടേ നടന്നോട്ടെ നിസ്കരിക്കുകയായിട്ട് ഞങ്ങൾ പള്ളിക്ക് പോണ്ടേ. സാധാരണ ഞങ്ങൾ പോകേണ്ടതായിട്ടിക്കറ മാത്രം അതിന് മഹത്വം ഞങ്ങൾക്ക് പിടിയില്ല. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ. ആറ് പള്ളിക്ക് പോണ്ടാറാ അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നതി. അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഒരു വിരുന്ന് അല്ലാഹു ആക്കറ, സ്വർഗത്തിൽ ഒരു ദാവത്ത് അവനുക്ക് ആക്കറ. കുല്ലമാ ഗദാ ഔ റാഹ. അവൻ എപ്പല്ല പള്ളിക്ക് പോണ്ട അപ്പല്ലോ. സുബൈക്ക് പോയെങ്കിൽ ആ സുബൈക്ക് ഒരു വിരുന്ന്, ലഹർക്ക് പോകുമ്പോൾ ലഹർക്ക് ഒരു വിരുന്ന്, അസർക്ക് പോകുമ്പോൾ അസർക്ക് ഒരു വിരുന്ന്. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ വിരുന്ന്. ഞങ്ങൾ ഇപ്പൊ സാധാരണ ഉണ്ട് VIP എന്തെല്ലാം ആക്കാർ അല്ലെ, എത്ര അതും ഇതും എന്തെല്ലാം ഇക്കറി തിന്നു. അത് നോക്കിയിട്ട് ഞങ്ങൾ അജബായി കൊണ്ട അള്ളാഹു സ്വർഗത്തെ ഒരു വിരുന്നാക്കി ചൊന്നി എങ്ങനെ ഇക്കും. അത് വർക്ക മാത്രല്ല, ഞങ്ങൾ എപ്പെല്ലാം പള്ളിക്ക് പോണ്ട അപ്പെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ റെഡിയാക്കി വയ്ക്കുന്നുണ്ടായി തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്ട്. ഇത് കൊന്തില്ലാണ്ടായി തിക്കറ് കുറേ ആൾമാർ ഇപ്പം എന്താക്കറ് പള്ളിക്ക് പോവാണ്ട് റൂമിലെ നിസ്കരിக்கிறங்க എത്ര ഉള്ള, ഔത്തിലെ നിസ്കരിக்கிறங்க എത്ര ഉള്ള തീരാ ആ എത്ര പള്ളിക്ക് പോകുന്ന ശ്രദ്ധിക്കണം. പള്ളിക്ക് പോകേണ്ടത് ഒരു ആണ്ടെ സംബന്ധിച്ചിടത്തോളം ഫർളായിട്ടിക്കറ്. പള്ളി മുട്ട ഉണ്ടു, അവನು പോണു താക്കത്തുണ്ടു. ആനണ്ടായും പള്ളിക്ക് അവൻ പോയില്ലാണ്ടായും അവനക്ക് നിസ്കാരം ഇല്ലാണ്ടായി തിക്കറ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് പോലത്തെ ഉലമാക്കന്മാർ ചൊല്ലു. അപ്പൊ അത് കഴിത്ത് പള്ളിക്ക് പോയിട്ട് അങ്ങനെ നിസ്കരിക്കൂ ശ്രദ്ധിക്കൂ, ജമാത്തോടു കൂടി നിസ്കരിക്കൂ ശ്രദ്ധിക്കൂ. അതായിട്ട് 13ാമത്തെ പ്രതിഫലത്തിൽ നാ ചൊല്ലു ഉദ്ദേശിക്കേ ജമാത്തോടു കൂടിയിട്ട് ഞങ്ങൾ നിസ്കരിച്ചെങ്കുല്ലേ കൂലി എന്തേ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة الرجل في الجماعة تضعف على صلاته في بيته وفي سوقه 25 ضعفا. ഒരാള് പള്ളിക്ക് പോയിട്ട് ജമാത്തോട് കൂടിയിട്ട് നിസ്കരിച്ച അവനക്ക് കിട്ടുന്ന പ്രതിഫലം എത്ര? വർത്ത നിസ്കരിക്കുന്നതിനേക്കാണ് 25 ഇരട്ടി പ്രതിഫലാണ് തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. ഈ ഹദീസിൽ 25 ഇരട്ടി, വേറൊരു ഹദീസിൽ 27 ഇരട്ടി ഉണ്ട് അല്ലേ. അപ്പൊ വർത്ത നിസ്കരിക്കുന്നതിനേക്കാണ് 25-27 ഇരട്ടി കൂലി ഉണ്ട്. എക്സാമ്പിൾ, ഇപ്പൊ വർത്ത ഒരാൾ നിസ്കരിക്കുമ്പോൾ 10 കൂലി ഉണ്ടായെങ്കിൽ ജമാത്തോട് കൂടി നിസ്കരിച്ചെങ്കിൽ 27 ഇരട്ടി എത്ര ഓടും? 270 അല്ലേ. 10 27 ഇരട്ടി. അപ്പൊ 270 കൂലിയോടുണ്ട്, 10 കൂലിയോടുണ്ട്. എത്രമാ അജഗജാന്തര വ്യത്യാസം ഉണ്ടല്ലേ. അപ്പൊ അത് കഴിത്ത് ആ എത്ര ജമാത്തോടു കൂടി നിസ്കരിക്കൂ ഞങ്ങൾ ശ്രദ്ധിക്കണം. ആ ജമാഅത്ത് എങ്ങനെ ഞങ്ങൾ കൂടണു അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സ്പ്ലെയിൻ ആക്കിയിട്ട് വദാലിക അന്നഹു ഇദാ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ. അവൻ എന്താക്കണു? ഫസ്റ്റ് വുദു ആക്കണു, ഔത്തുൽ വുദു ആക്കണു. സുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ പള്ളിക്ക് ഇങ്ങനെ നടന്നു പോണു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാഹ്, ആ പള്ളിക്ക് നടന്നു പോകേണ്ട ഉദ്ദേശത്തില് നിസ്കാരല്ലാണ്ട് വേറെന്തുമല്ല അല്ലേ. ഒന്നങ്ങനെ ഇങ്ങനെ പള്ളി പോകേണ്ട നാട്ടില ഒരു തെലങ്കടി പോയിട്ട് നൂണ്ടിട്ട് ഇങ്ങനെ പിന്നെ പോവാ അങ്ങനല്ല. ഔത്ര പുറത്ത് പോകുമ്പോഴത്തേക്ക് പള്ളിരെ പോകേണ്ടതായ ഉദ്ദേശത്തില് അവൻ പോണ്ട. അങ്ങനെ ഉണ്ടായെങ്കിൽ ലം യഖ്തു ഖുത്വതൻ ഇല്ലാ റുഫിയത് ലഹു ബിഹാ ദറജ വഹുത്ത അൻഹു ബിഹാ ഖതിഅതൻ.
ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവന്റെ ദർജ ഉയർത്തപ്പെടും സ്വർഗത്തെ. അതേപോലെ പിന്നൊരു സ്റ്റെപ്പുക്ക് അവന്റെ തപ്പ് മാഫായി പോണ്ടു. മാത്രല്ല ഫഇദാ സ്വല്ല ലം തസൽ മലായികത്തു തുസല്ലി അലൈഹി മാ ദാമ ഫീ മുസല്ലാഹു. അവന് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച, ജമാഅത്തോട് കൂടി നിസ്കരിച്ച, അവന് എത്രത്തോളം മുസല്ലലിക്കറാണ് അത്രത്തോളം മലക്കുമാർ അവനുക്ക് വേണ്ടിയിട്ട് ദുആർന്നു വയ്ക്കാറ്. മലക്കുമാർ എങ്ങനെ ദുആർക്കറേ? അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുവേ അവന്റെ മേലെ നീ സ്വലാത്ത് ചൊരി. അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ നീ അവനുക്ക് കരുണ കാട്ട്. വലാ യസാലു അഹദുകും ഫീ സ്വലാത്തിൻ മൻതദറ അസ്സലാ. അത് മാത്രല്ല അവന് എവിടുത്തോളം നിസ്കാരത്ത് കാത്തു വയ്ക്കാറാണ്, അപ്പം മലക്കുമാർ അവനുക്ക് വേണ്ടി ദുആർന്നു വയ്ക്കാറുണ്ട്. തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടർ. അപ്പൊ നോക്കൊരു പള്ളിക്ക് പോണ്ടി, ആ പള്ളിക്ക് പോയിട്ട് ദച്ചിട്ട് നിസ്കാരത്തെ കാത്തിട്ട് ജമാഅത്തിൽ നിസ്കരിച്ചിട്ട് അവിടെ പിന്നെ ഞങ്ങ പള്ളി എവിടുത്തോളം ഞങ്ങ നിസ്കാരത്തെ ജാഗയിൽ ദയിക്കിറാമ അത്രത്തോളം വലിയ പ്രതിഫലമായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിശദീകരിച്ച്. അപ്പൊ ഞങ്ങ ഇത് ചെറിയ ചെറിയ ഞങ്ങ എപ്പം ആക്കൃതായ ഒരു അമലായെങ്കും ಇದರ ಪ್ರತಿಫಲತೆ ನಂಗ ಮನಸ್ಸಲ್ಲಿ ಕರೆದಿಟ್ಟಾಕೊಂಬೊತ್ತಿಗೂ ಅದಕ್ಕೊಂದು ಉನ್ಮೇಷಿಕ್ಕರು, ಅದಕ್ಕೊಂದು ಆವೇಶಿಕ್ಕರು. അപ്പൊ അതിട്ടിക്കറ് ഞങ്ങ ശ്രദ്ധിക്കുള്ളി വിഷയ. ഇനി ഇൻഷാല്ല ബാക്കി വിഷയ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കും. അപ്പൊ ഇത്ര ചൊന്ന വിഷയത്തെ ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊന്ന നാണും കേട്ട് നിങ്ങും പ്രാവർത്തികാക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണു. ഇനിയും എത്രമാ ചെറിയ ചെറിയ അമലുണ്ടു, വലിയ പ്രതിഫലം കിട്ടുന്നത് ഓരോ ക്ലാസ്സിലും ഞങ്ങൾക്കത് വിശദീകരിക്കണായത് ടിക്കറ്. ഈ വിശദീകരിക്കുമ്പെല്ലാം ഞങ്ങളെ മനസ്സിലിക്കണായെന്തേ ನನ್ನ ಜೀವನത്തിൽ ನಾನು ಕೊಮಂಡ, ನನ್ನ ಜೀವನത്തിൽ ನಾನು ಅದು ಆಕ್ರ അങ്ങനെ കരുതിട്ട് അത് ആക്കുക ഇത്തിക്കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കൂടായി. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട്. ഞങ്ങൾക്ക് തപ്പറെ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള ആൾമാരെ രോഗത്തെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ട്. ഞങ്ങളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ട്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.